സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യയുടെ യുവ താരനിരയുടെ കരുത്തിലാണ് പരമ്പര ഇന്ത്യ നേടിയെടുത്തത്. രാഹുലിന് കീഴിലാണ് ഇന്ത്യയുടെ ഈ ചരിത്ര നേട്ടം. 5 വർഷത്തിനിടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ നേടുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണിത്. അപ്പോൾ KLന്റെ ക്യാപ്റ്റൻസിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം യുവതാരങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളും. കഴിഞ്ഞ പരമ്പരകളിലെല്ലാം ഫ്ലോപ്പ് ആയിരുന്ന അർഷദീപ് ഫോം വീണ്ടെടുത്ത് ഈ സീരീസിൽ മാൻ ഓഫ് ദ സീരീസ് ആയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ സഞ്ജു സാംസണ് അദ്ദേഹം നൽകുന്ന സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ്. 2015 ടീമിലെത്തിയതാണ് സഞ്ജു സാംസൺ. അജിങ്ക്യ രഹാനെ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങി ഈ കാലങ്ങളിലായി നിരവധി ക്യാപ്റ്റന്മാരുടെ കീഴിൽ കളിച്ചിട്ടുണ്ട് സഞ്ജു. എങ്കിലും ഈ കാലങ്ങളിലായി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത ക്യാപ്റ്റന്മാർ വിരളമായിരുന്നു. തമ്മിൽ ഭേദം എന്ന നിലയിൽ വന്നത് ശിഖർ ധവാൻ എന്ന ക്യാപ്റ്റനാണ്. ശിഖർ ക്യാപ്റ്റനായിരുന്നപ്പോഴാണ് സഞ്ജുവിന് കൂടുതൽ പരിഗണന കിട്ടിയത്. പക്ഷേ ആ സമയം എന്നത് ധവാന്റെയും ഏതാണ്ട് ഒഴിവാക്കപ്പെടുന്ന കാലമായിരുന്നു. ധവാന് ശേഷം പിന്നീട് ഒരു ക്യാപ്റ്റൻ സഞ്ജുവിനെ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്